വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ച നാശത്തിന് നഷ്ടപരിഹാരമായി 1,48,50,000 രൂപ ഇൻഷുറൻസ് കമ്പനി നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. അങ്ങാടിപ്പുറം ഓരാടംപാലത്ത് പ്രവർത്തിച്ചിരുന്ന സായിറ ബാത്ത് കൺസെപ്റ്റ് ഉടമ ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നൽകിയ പരാതിയിലാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. 2019 ആഗസ്റ്റ് 8-ന് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ സ്ഥാപനം പൂർണ്ണമായും മുങ്ങിപ്പോയ സാഹചര്യത്തിലാണ് ഉടമ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചത്. 4,85,00,000 രൂപയ്ക്കാണ് സ്ഥാപനം ഇൻഷൂർ ചെയ്തിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്ഥാപനത്തിലെ മുഴുവൻ സാധനങ്ങളും ഉപയോഗശൂന്യമാവുകയും വ്യാപാര സംബന്ധമായ എല്ലാ രേഖകളും പൂർണ്ണമായും നശിച്ചു പോവുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ വന്ന നാശനഷ്ടങ്ങളെല്ലാം യഥാസമയം ബാങ്ക്, ഇൻഷുറൻസ്, റവന്യൂ അധികാരികളെ അറിയിച്ചിരുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർ പരിശോധന നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടും മതിയായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായില്ലെന്നായിരുന്നു പരാതി. എല്ലാ രേഖകളും ഹാജരാക്കിയില്ല എന്ന കാരണം പറഞ്ഞാണ് നഷ്ടപരിഹാര തുക നിഷേധിച്ചത്. തുടർന്ന് പരാതിക്കാരൻ ഇൻഷുറൻസ് സർവേയറെ ഹൈദരാബാദിൽ നേരിൽ സന്ദർശിച്ച് രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിന്റെ കാരണം ബോധ്യപ്പെടുത്തി. മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന് കമ്പനി വീണ്ടും ആവശ്യപ്പെട്ടു. 1,83,07,917 രൂപയാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. തുടർന്നാണ് നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്ന് കാണിച്ച് ഉടമ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. നഷ്ടപരിഹാരം കണക്കാക്കിയതിന് സ്വീകരിച്ച മാനദണ്ഡം ശരിയല്ലെന്ന് കണ്ടെത്തിയാണ് കമ്മീഷന്റെ വിധി. നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വില 3,79,62,291 രൂപയായി അംഗീകരിച്ച സർവേയർ വസ്തുവിന്റെ മാർക്കറ്റ് വില ഏകപക്ഷീയമായി 2,75,04,572 രൂപയായി കുറച്ച് നഷ്ടപരിഹാരം കണക്കാക്കിയ നടപടിക്ക് ന്യായീകരണമില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടമായ രേഖകൾ ഹാജരാക്കണമെന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാട് അനുചിതമാണെന്നും രേഖകൾ കിട്ടിയില്ലെന്ന കാരണം പറഞ്ഞ് 18 മാസക്കാലം ഇൻഷുറൻസ് സർവേ റിപ്പോർട്ട് ഫയൽ ചെയ്യാതിരുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. ഏതു സാഹചര്യത്തിലും 6 മാസത്തിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഇൻഷുറൻസ് സർവേയർ ബാധ്യസ്ഥനാണെന്നും കമ്മീഷൻ വിധിച്ചു. നഷ്ടപരിഹാര സംഖ്യ 50 ലക്ഷത്തിൽ കൂടുതലായതിനാൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ ഈ പരാതി പരിഗണിക്കാൻ പാടില്ലെന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വാദവും കമ്മീഷൻ അംഗീകരിച്ചില്ല. നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്ന സംഖ്യ ഉപഭോക്തൃ കമ്മീഷന്റെ അധികാരപരിധി നിർണ്ണയിക്കുന്ന ഘടകമല്ലെന്നും സാധനത്തിന്റെയോ സേവനത്തിന്റെയോ വിലയോ പ്രതിഫലമോ മാത്രമാണ് അധികാരപരിധി നിശ്ചയിക്കുന്നതെന്നും ദേശീയ ഉപഭോക്തൃ കമ്മീഷന്റെ ഒമാക്സ് ലിമിറ്റഡ് വേഴ്സസ് സന്ധ്യാസിംഗ് കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വ്യക്തമാക്കി. ശരിയായ നഷ്ടപരിഹാരം യഥാസമയം നൽകാതെ പരാതിക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവന്നതിനാൽ നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും കോടതി ചെലവായി 50,000 രൂപയും ഉൾപ്പെടെ 1,48,50,096 രൂപ ഒരു മാസത്തിനകം നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. വീഴ്ച വന്നാൽ ഹർജി നൽകിയ തീയതി മുതൽ 12% പലിശ നൽകുന്നതിനും ഉത്തരവായിട്ടുണ്ട്. ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് വിധി നടപ്പിലാക്കേണ്ടത്. ഈ ചാനൽ മലപ്പുറം. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.